ഗുഡ് ഓൾഡ് ഡേ. അല്ല അതല്ല എനിക്ക് ശരിക്കും ഇതിനപ്പുറം ഉണ്ടല്ലോ. ജീവ എന്തായിരുന്നു? ഒരു ഓർഗനൈസർ ആയിരുന്നോ, അതോ നിൽപ്പനായിരുന്നോ, അതോ ഒരു ക്രഷറായിരുന്നോ, എന്തായിരുന്നു? കൊള്ളാം. ഇതൊക്കെ ക്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ക്രഷർ എന്ന് വെച്ചാൽ മിച്ചറൊക്കെ ക്രഷ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇരിക്കുന്നു. ഞാൻ ആദ്യം പിന്നെ ടച്ചിങ്സ് തന്നെയായിരുന്നു. അപ്പൊ ക്രഷർ. ഇപ്പം തീരെ മദ്യപിക്കാത്ത ആളൊന്നും അല്ല. എന്റെ ക്ലോസ് ഫ്രണ്ട്സിന്റെ കൂടെ കൂട്ടത്തിൽ കൂടാൻ അടിക്കും. വെറുതെ കള്ളം ഇല്ല, അത് പറയാൻ വേണ്ടി നീ ഒന്ന് പറഞ്ഞു അല്ല ആബ്കാഴ്ചയുടെ സമയത്ത് മദ്യപിക്കലായിരുന്നു. അത് ഞാൻ അറിയാവുന്ന. ഇപ്പം പക്ഷെ ഓർമ്മ അടിക്കുന്ന വെച്ചാൽ എന്താ ഓർമ്മ അടിക്കും. അല്ല ഇതൊക്കെ കൺട്രോളിൽ ഒരു അണ്ടർ കൺട്രോളിലുള്ള ആൾക്കാർ. ഇത് പക്ഷേ അതൊന്നും ഞങ്ങൾ ഒരു കാര്യം കൂടെ പറയുന്നു, നമ്മൾ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഗവൺമെന്റ് ഉണ്ട്, അതുകൊണ്ടല്ലേ വിൽക്കുന്നേ. ശരി. ഒരു ഓർഗനൈസർ ആയിരുന്നോ, അതോ ഒരു എന്നെ പറ്റി പറയട്ടെ. അല്ലല്ല, അയാള് നല്ലൊരു സഹൃദയനാണ് ഈ ഒരു കാര്യത്തില്. പുള്ളി പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ പോലും ഇല്ല. കാരണം എന്നെ പറ്റി പറയാൻ ഓർമ്മയുണ്ടെങ്കിൽ പിന്നെ എന്റെ അതിനെ കുറിച്ച് പുള്ളി പറഞ്ഞേക്കുന്ന ഒരു അടിപൊളി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് തന്നെ പറഞ്ഞേക്കുന്നത്, സദാ ഈ കുപ്പിയായിട്ടുള്ള മത്സരം നിർത്തും. സദാ ഈ മത്സരം തുടർന്നാൽ എല്ലാ ദിവസവും കുപ്പിയെ ജയിക്കാറുള്ളൂ. കാര്യം കുപ്പി വീണ്ടും വരും, സദാ തീരും. അപ്പം അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലത്ത് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, കുഞ്ഞിരാമായണം ചെയ്ത് റൂമിലിരിക്കുന്ന സമയത്ത് പുള്ളി അന്ന് നിർത്തിയത് എനിക്കൊന്ന് അതായിരുന്നു പുള്ളിയുടെ അവസാനത്തെ ഒരു ഓർമ്മയിലെ ഒരു വലിയ അടി. അപ്പൊ എന്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞുതരും. രൂപേഷ് ഉണ്ടെന്ന്, ഇതാണ് എന്റെ പ്രശ്നം. ഓക്കെ, ഇപ്പൊ രൂപേഷ് ഉണ്ട്. രൂപേഷ് ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. രൂപേഷ് ചേട്ടൻ പറയാ ശ്രീനി സാറിന് രൂപേഷ് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അവരിത്ര മറ്റേ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് അന്നെന്താ കാര്യം ബേസിലുണ്ട്, ടോവി ഉണ്ട്, ടോവി വന്നിട്ടുണ്ട്, രൂപേഷ് ചേട്ടനുണ്ട്, അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങളുടെ റൂമിൽ എല്ലാവരും പാലക്കാടാ. അപ്പോൾ ഞാൻ മതി വെച്ചിട്ടുണ്ട്, സാധാ ഒരു കസേരയിൽ ഇരിക്കുക. കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ രൂപേഷ് ചേട്ടൻ നിന്നുകൊണ്ട് സംസാരിക്കുക. രൂപേഷ് പീതാംബരൻ. രൂപേഷ് ചേട്ടൻ വീട്ടിലൊക്കെ സ്ഥിരം വരുന്നതാണ്. കാരണം മറ്റേ ഈ പടം ഉണ്ടല്ലോ, മറ്റേ രൂപേഷ് ചേട്ടൻ തീവ്രം അച്ഛൻ ഉണ്ടായിരുന്നു. രൂപേഷ് ചേട്ടൻ അച്ഛൻ്റെ ഒരു പെറ്റിനെ പോലെ. അപ്പം ഞാൻ വീട്ടിൽ വരുന്ന കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. കുറേ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കാണുമ്പോൾ ഒരു ഓർമ്മ പുതുക്കലോ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം തോളത്തൊക്കെ കയറ്റി ഇങ്ങനെ സ്നേഹിക്കുക. ഇങ്ങനെ ഞാൻ കവിളിലൊക്കെ തൊട്ടിട്ട് സ്നേഹപ്രകടനം. ഞാൻ പറയാം പുള്ളിയുടെ അടുത്ത്, അച്ഛൻ മൂത്ത മോനെ, എന്റെ അച്ഛന്റെ മൂത്ത മകനാണ് നിങ്ങൾ, ചേട്ടനാണ് നിങ്ങൾ, അപ്പൊ എന്റെ എല്ലാം. എന്നോട് തിരിഞ്ഞിട്ട് സദാക്കി അറിയോ, അതൊക്കെ എന്റെ അച്ഛന്റെ മൂത്ത മോനാണ് പറഞ്ഞു നിൽക്കുന്നു. പെട്ടെന്ന് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ബാക്കിൽ രൂപേഷ് ചേട്ടൻ പെട്ടെന്ന് അപ്പൊ ഞാനല്ലേ ഒരാളോട് സംസാരിച്ചു. എന്റെ കുഴപ്പം ഇത്രേ ഉള്ളൂ. അതായത് വെറുതെ ഞാൻ അല്ലാതെ അടി ഉണ്ടാക്കാൻ പോകും, തല്ലുകൊള്ളുന്ന ഇതല്ലാതെ കാരണം ഈ തല്ല് കൊടുക്കുന്ന ആൾക്കാരില്ലേ ആ കൂട്ടത്തിലുള്ള ഇതല്ല. അന്ന് നിർത്തി. പക്ഷെ മികച്ചൊരു തീരുമാനമായി പോയി. ഈ കൂട്ടത്തിൽ 1ാം സമ്മാനം കിട്ടേണ്ട ആളോട് ചോദിക്കാത്ത എന്താ? ഇല്ലല്ല, അത് പുള്ളിക്ക് ഓർമ്മകളില്ല. കാരണം മാന്യമായി ഈ ജീവിതം ലഹരിയായതിന്റെ ഭാഗമായിട്ടാണോ? അല്ലല്ല, പറയൂ. രാത്രി ഞാൻ അതിന്റെ കാര്യങ്ങൾ പറയാം. എന്നെ ചില ദിവസങ്ങളിൽ പണ്ട് കുറച്ച് ദിവസം മുന്നേ വരെ അളിയൻ പാതിരാത്രിക്ക് വിളിക്കും. രാത്രി വിളിക്കുന്ന സമയം അദ്ദേഹം വിളിക്കും, അളിയ സമയം 12:30. അപ്പൊ എന്റെ രാത്രി ആകുമ്പോ എന്റെ ഭാര്യ ഒരു സമയം കഴിഞ്ഞപ്പോ അളിയൻ ഇടക്കിടക്ക് അടുപ്പിച്ച് വിളിക്കും. ചില ഒരു സീസണൊക്കെ ആകുമ്പോ രാത്രി വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അപ്പം ഞാൻ അളിയൻ്റെ ഫോൺ വരുമ്പോൾ ഞാൻ കുറച്ച് മാറിപ്പോകുമ്പോൾ അక్కడ സ്വാഭാവികമായിട്ടും മോളൊക്കെ ആയതിനു ശേഷം ഞാൻ നേരത്തെ കിടന്നുറങ്ങുമല്ലോ. അപ്പം ഭാര്യക്ക് ഞാൻ ഇടക്കിടക്ക് ഫോൺ മാറ്റി കൊടുത്തിട്ട് ഞാനിങ്ങനെ അളിയാതെ ഞാൻ ഒരു ഇരുട്ടത്താണല്ലോ ഫോൺ വരുന്നു, ഞാൻ എടുക്കുന്നു. രാത്രിയാണെങ്കിൽ അളിയൻ്റെ ഫോൺ വരുമ്പോൾ എടുക്കും. കാരണം അളിയന് വേണ്ട മോട്ടിവേഷനാണ്. എന്റെ കയ്യിൽ ഒരുപാടുള്ളത് എന്തായാലും അത് ആവശ്യത്തിനുണ്ട്. ഞാനാണെങ്കിൽ അടി നിർത്തിയിട്ട് കുറെ കാലായി.
രാത്രി അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു പതിവാ. കറക്റ്റ് അളിയൻ വിളിക്കും. അപ്പം ഞാനും ഒരു അടിയിൽ എന്തെങ്കിലും ആരായിക്കോട്ടെ എന്നുള്ളതിൽ അളിയൻ എന്താ ഇന്ന് പ്രശ്നം? അളിയ ഫുൾ പ്രശ്നങ്ങളാണ് പലതും. ജീവിതം തന്നെ ഇങ്ങനെ വഴിമാറി തിരിഞ്ഞ് അങ്ങനെയുള്ളൊരു അവസ്ഥ. ഞാൻ അളിയ ജീവിതം നമ്മൾ രാത്രി 1 മണിക്ക് ഒരു ആവശ്യമില്ലാത്ത വിളിയും ആവശ്യമില്ലാത്ത മോട്ടിവേഷനും. മറ്റേ ക്ലാസിക് ഡയലോഗ് ഉണ്ടോ, കുടിച്ചോണ്ട് പറയല്ലോ. പുള്ളി എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു, ഞാൻ മോട്ടിവേഷൻ കേൾക്കും. മനസ്സിലായി. സത്യം എന്നോട് ആദ്യം ഒരു ചോദ്യം ചോദിക്കുള്ളൂ, പിന്നെ ഞാൻ 1/2 മണിക്കൂർ മോട്ടിവേഷൻ. ഓക്കെ, ഗുഡ് നൈറ്റ്. അങ്ങനെ ജീവിത പ്രശ്നങ്ങളൊക്കെ മാറാറുണ്ടോ? മാറും, മാറിയല്ലോ. അതുകൊണ്ടാണ് ഡെയിലി അടിക്കുന്നത്. ഡെയിലി അടിച്ചാൽ മാറും. ഡോണി കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഞാൻ ഇറങ്ങട്ടെ. കോൺഷ്യസ് അല്ല, ആക്ച്വലി നോട്ട് ദാറ്റ് ഹെൽത്ത് കോൺഷ്യസ്, ബട്ട് യു നോ അല്ലല്ല മലയാളത്തിന്റെ ഈ പ്രായത്തിലല്ലേ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റും. ഫ്രീ ആയിട്ട്. അങ്ങനൊന്നുമില്ല. ഞാൻ ചേട്ടനൊക്കെ എന്റെ പ്രായത്തില് അറിയാലോ, അപ്പൊ അത്യാവശ്യം കഴിയും. ഇനി നമുക്ക് അടുത്ത പടത്തിലേക്ക് വരാം. വിഷയം മാറി. ലെജൻഡ് എന്താ വിചാരിക്കുന്നത്? ഇതൊക്കെ പിള്ളേരുടെ കാലല്ലേ, അതാണ് മനസ്സിലായി. എന്നെ ഇപ്പൊ നിനക്ക് ഏകദേശം മനസ്സിലാക്കണോ? നിനക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് എന്നെ ആയിരിക്കുമല്ലോ ചിലപ്പോ. എന്റെ അച്ഛന്റെ ഇതേ എന്റെ അച്ഛന്റെ ആ മനുഷ്യന്റെ മുഖത്ത് ആ സമയത്ത് വന്ന ആ ഞെട്ടല് ഞാൻ കണ്ടു. പുള്ളി അന്ന് നിർത്തിയെന്നാ കേട്ടോ. കാരണം വെച്ചാ അദ്ദേഹം പലപ്പോഴും പ്രതികരിച്ചിട്ടില്ല. സിറ്റുവേഷൻ ശ്രദ്ധിക്കണം. അന്യായം കാണുമ്പോ അന്യനാണ്, അന്യായം തെറ്റ് നടക്കണം. അതെ അതെ. ഒരു സ്ഥലത്ത് ഇപ്പൊ പൈസ ചോദിച്ചിട്ട് പറ്റിക്കുന്നു, തരുന്നില്ല, തെറ്റ് സംഭവിച്ചില്ലേ? അതെ. അവിടെ ഒരു അനീതി നടന്നു, ഓക്കെ, പ്രതികരിച്ചു. അതേ സമയത്ത് അവരെ തല്ലിയതിന് ഇവര് തിരിച്ച് തല്ലി, ഒറ്റക്ക് നിന്ന് പ്രതികരിച്ചു. ഈ സൈഡ് മുഴുവൻ പ്രതികരിച്ചു. അങ്ങനെ ഒരു അനീതി നടക്കുമ്പോ ഒരു അവതാര പിറവി പോലെ ഉള്ളിലും പ്രഭാസനെ കരാന്തയിലൂടെ ഓടുക. പക്ഷെ കയ്യില് വാളിന് വരെ വിഗ്ഗായിരുന്നു. ഒരു കാലത്ത് പലതും വേണ്ടിയിരുന്നില്ല എന്നിപ്പോ ഇവരാണല്ലോ. പിന്നെ എല്ലാം നടക്കേണ്ടതാണ്. എന്നിട്ടാ വിഗ് തിരിച്ചു കൊടുത്തതാണോ അല്ലേ? ഇവിടെ ചോദിക്കാതെ ഇവിടെ ചോദിക്ക്. പലരെയും ഞാൻ അങ്ങനെ പ്രതികരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും സാമൂഹിക പ്രതിബദ്ധതയോടുള്ള സത്യം ആദ്യമായിട്ടാണ്. അത് ചേട്ടാ, ഈയിടെയായി വളരെ പക്വതയുള്ള ഒരുപാട് നിലപാടുകൾ. ഇനി നിനക്കത് ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ചോദിക്കാൻ തോന്നി. ഒരുപാട് പക്വതയുള്ള നിലപാടുകൾ, ഒരുപാട് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുന്ന അജു വർഗീസിനെ കാണുന്നുണ്ട്. ഭയം തീരെയില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം ഇപ്പൊ ആ മദ്യത്തിന്റെ സപ്പോർട്ട് പോലും വേണ്ട. കാരണം ഇപ്പൊ അനീതി കാണുമ്പോ എന്ത് കണ്ടാലും അപ്പൊ സ്പോട്ടിൽ എന്താ നിനക്ക് അറിയേണ്ട ചോദിച്ചോ അപ്പൊ പ്രതികരിക്കും. എന്തെങ്കിലും വേണോ? കുറേ നിലപാടുകൾ കടുപ്പിക്കണം, അല്ലെങ്കിൽ നിലപാടുകൾ തുറന്നു പറയണം, അങ്ങനെ ഉള്ള ഒരു സ്പേസിൽ എത്തിയെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ തൊഴിൽ മേഖലയെക്കുറിച്ച് വന്ന കാര്യമായതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പ്രതികരണം അറിയിച്ചു. നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല. കാര്യം അത്രയേറെ വാർത്തകൾ നമ്മുടെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് നമ്മൾ അതിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റില്ല. അത്രയേറെ ഉണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നത്. എൻ്റെ തൊഴിൽ മേഖലയെ സംബന്ധിച്ച് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ക്രിറ്റിസിസംസ് അല്ലെങ്കിൽ അലിഗേഷൻസ് പോലുള്ള കാര്യങ്ങൾ അല്ലേ, അതൊരു സമൂഹം, ഒരു നടന്മാരൻ അടങ്ങുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിയൊക്കെ ജനറലൈസ് ചെയ്ത് പറയുകയും 2024 പോലത്തെ ഒരു ഏറ്റവും പ്രൗഡായിട്ട് വർഷത്തെ അതിൻ്റെ നല്ലതിനെ കാണാതെ പതിവ് പല്ലവികൾ പാടുമ്പോൾ വരുന്ന ഒരു സങ്കടം അത്രേ. ഈ സ്കൂള് തുറക്കുമ്പോൾ സിനിമ അടയ്ക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. ജൂൺ 1 തൊട്ടൊരു സിനിമയില്ല എന്നൊക്കെ. ഞാൻ ചേട്ടന് ആകുലതകളുണ്ടോ? അല്ല, ഇതിന് മുന്നേയും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതൊക്കെ ഷോർട്ടാവും അത്രേ. വിഷ്ണു, ഒരു സംശയം വീണ്ടും ചോദിക്കട്ടെ. എനിക്ക് ശരിക്കും അറിയാൻ വേണ്ടി ഞാൻ നേരത്തെ റാൽഫിനോട് ചോദിച്ചപ്പോൾ അവനും അറിയില്ല. ഈ സമരം ആർക്കെതിരെയാണ്? സമരം ആർക്കെതിരെയാണെന്ന്. സമരം എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റ്.
Obstruction. എന്തെങ്കിലും അവർ അത് ഉദ്ദേശിക്കുന്നതിന്റെ ഒരു അർത്ഥം എനിക്ക് മനസ്സിലായത് ഈ സിനിമ നിന്ന് പോകുമല്ലോ, ഈ വ്യവസായം നിന്ന് പോകുമ്പോൾ അല്ലല്ല, ആ ഇതിൽ എന്താ മനസ്സിലാക്കിയത്, ആ നടപടി വെർബലിയിൽ എന്താ അവർ പറഞ്ഞത്? സ്ട്രൈക്ക് ചെയ്യുക, അതായത് അടച്ചുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുക, അതൊരു പ്രതിഷേധമാണല്ലോ. ആർക്കെതിരെയുമല്ല, ഈ അവസ്ഥക്കെതിരെ. ഇപ്പൊ ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, ഈ അടച്ചിടലിലൂടെ നമ്മുടെ ചുറ്റുമുള്ള പ്രേക്ഷക സമൂഹമായ പ്രേക്ഷകർക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല. അടച്ചിടുന്നത് നമ്മൾ നമ്മുടെ ചോറ് വെച്ചിട്ട് അതിന്റെ മുകളിലോട്ട് അടയ്ക്കണേ. അല്ല, നടന്മാർക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്മാർക്ക് അങ്ങനെയാണോ? നടന്മാർക്കെതിരെയാണോ? ഐ ഡോണ്ട് നോ. ഐ ടേക്ക് ഇറ്റ് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ എല്ലാവർക്കും എതിരെയാണെങ്കിൽ നമ്മൾ നമ്മുടെ തന്നെ ഇതിനെയാണ് അടച്ചിടുന്നത്. ഒരിക്കലും ചെയ്യരുത്. കോവിഡ് എന്ന് പറയുന്ന പ്രകൃതി നമ്മളെ ശിക്ഷിച്ച് അല്ലെങ്കിൽ വോട്ടെവർ ചെയ്തൊരു കാര്യത്തിൽ നിന്നും നമ്മൾ എന്തോ ഭാഗ്യം കൊണ്ട് ഈശ്വരൻ സഹായിച്ച് തിരിച്ചു വരുമ്പം നിന്ദിക്കരുത്, അഹങ്കാരം കാണിക്കരുത്. സിനിമ ഒരു ഇതുപോലെ ഒരിക്കലായിരിക്കില്ല, വളരെ ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഒരു എന്റർടൈനർ ആയിരിക്കുന്നത് ഞങ്ങൾ വിചാരിക്കുന്നത്. ഫണ്ണ് പ്രതീക്ഷിച്ചു പോകുന്നവർക്ക് ഫണ്ണ് തന്നെ കിട്ടില്ലേ? കിട്ടും. ചെറിയൊരു ആ രാത്രിയിൽ ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കഥയിൽ കിട്ടാനുള്ള ഫണ്ണൊക്കെ അതിനകത്തുണ്ട്. ഓക്കെ, ആ കഥ ഡിമാൻഡ് ചെയ്യുന്ന ഫൺ സിറ്റുവേഷനിലാണ്.